ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന പാർട്ടിലെ പ്രൈസ്, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന ഒരു സബ് ടോപ്പിക്കാണ്. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത ഡിമാൻഡ് അനാലിസിസിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ടോപ്പിക്കാണിത്. പ്രൈസ് എഫക്റ്റ്. The price effect refers to how the quantity demanded for a product changes in response to a change in its price. When the price drop, consumers buy more, and vice versa, comparing both the income and the substitution effects. പ്രൈസ് എഫക്റ്റ് എന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയിൽ വരുന്ന മാറ്റം കൺസ്യൂമർ വാങ്ങുന്ന അളവിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. അതായത് വില കുറഞ്ഞാൽ കൺസ്യൂമേഴ്സ് കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങും, വില കൂടുമ്പോൾ അവർ കുറച്ച് വാങ്ങും. ഇതിൽ ഇൻകം എഫക്റ്റ്, വില കുറഞ്ഞാൽ കൺസ്യൂമർ വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നു. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണെങ്കിലോ, വില കൂടിയാൽ അതിന് പകരമായിട്ട് വേറൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുന്നു. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്നതാണ് പ്രൈസ് എഫക്റ്റ്. If the price of a good increases, then there will be two different effects known as the income and the substitution effect. സോ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടുമ്പോൾ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും വരുന്നു. ഇൻകം എഫക്റ്റ് വില കൂടുമ്പോൾ കൺസ്യൂമർ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി എന്ത് ചെയ്യുന്നു, കുറയുന്നു. സോ അവർ വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങുന്നുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണെങ്കിൽ വളരെ പ്രൊഡക്റ്റിന് വില കൂടുമ്പോൾ അതിന് പകരമായിട്ട് വേറൊരു പ്രൊഡക്റ്റ് വിപണിയിൽ വരുന്നു, മാർക്കറ്റിൽ വരുന്നു. ഇൻകം എഫക്റ്റ്. When the price of a product decreases, the consumer's real income or purchasing power increases, allowing them to buy more of the product. Conversely, if the price increases, purchasing power decreases, reducing the quantity bought. ഒരു പ്രൊഡക്റ്റിൻ്റെ വില കുറഞ്ഞാൽ കൺസ്യൂമറിന് പർച്ചേസിങ് പവർ കൂടുന്നു. അതിലൂടെ അവർ കൂടുതൽ ആ ഉൽപ്പന്നം വാങ്ങുന്നു. അതുപോലെ തന്നെ വില കൂടുമ്പോൾ കൺസ്യൂമറിന് വാങ്ങാനുള്ള കഴിവ് കുറയുന്നു. ആ ഉൽപ്പന്നത്തിൻ്റെ അളവ്, പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയാൻ കാരണമാകുന്നു. നമുക്കറിയാം, ഉള്ളിക്കൊക്കെ വില കൂടുന്ന സമയത്ത് നമ്മൾ 1 കിലോയാണ് വാങ്ങാൻ ഉദ്ദേശിച്ചതെങ്കിൽ അത് ഷോപ്പിൽ പോയിട്ട് അതിൻ്റെ വില കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ 1/2 കിലോ ആയിട്ട് ചുരുക്കും. സോ ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, പ്രൊഡക്റ്റിൻ്റെ വില കൂടുന്നതനുസരിച്ച് പർച്ചേസിങ് പവർ കുറയുന്നു. അതേപോലെ വില കുറയുന്ന സമയത്താണെങ്കിലോ, 1 കിലോ വാങ്ങേണ്ടടുത്ത് നമ്മൾ 2 കിലോയും 3 കിലോയൊക്കെ വാങ്ങും. വില കുറവാണല്ലോ എന്ന് വിചാരിച്ച്. How a change in demand for a good is affected by a change in real disposable income. If price of school fees rises, this reduce disposable income and therefore demand will fall. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ ഒരാളുടെ റിയൽ ഡിസ്പോസിബിൾ ഇൻകത്തിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. റിയൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് എല്ലാ നികുതി അടച്ച ശേഷം കൺസ്യൂമറിൻ്റെ കയ്യിൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ചെലവഴിക്കാനോ ഉള്ള ആ ഒരു തുകയാണ് റിയൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കൂടുമ്പോൾ അത് റിയൽ ഡിസ്പോസിബിൾ ഇൻകത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിളായിട്ട്, കുട്ടികളുടെ സ്കൂൾ ഫീസ് കൂടിയാൽ റിയൽ ഡിസ്പോസിബിൾ ഇൻകം കുറയുന്നു. കാരണം കൂടിയ ഫീസ് നമ്മൾ എങ്ങനെയാണ് അടയ്ക്കുക? നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഇൻകം അല്ലേ, നമ്മളൊന്നെങ്കിൽ സേവ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ചെലവഴിക്കാനുള്ളതോ ആയ ഇൻകമാണ് നമ്മളവിടെ ഫീസായിട്ട് അടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ ഫലമായിട്ട് മറ്റു ഉൽപ്പന്നങ്ങളോ സേവനങ്ങൾക്കോ വേണ്ടി നമ്മൾ ചെലവഴിക്കാനുള്ള ആ ഒരു എമൗണ്ട് കുറയുന്നു. സോ ഇങ്ങനെ ഡിമാൻഡ് കുറയാനും ചാൻസ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. As the price of product falls, it becomes more cheaper relative to other products, leading consumers to substitute the cheaper product for more expensive alternatives. This increases the demand for the cheaper product. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ പറയുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടിയാൽ അതിന് ഓൾട്ടർനേറ്റീവ്സ് വരും. അതിന് പകരമായിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും. സോ ഇത് കാരണം ആ ഉൽപ്പന്നത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോൾ കൂടുതൽ പേര് എന്ത് ചെയ്യും, ആ ചീപ്പറായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു താല്പര്യം കാണിക്കും. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്.
how a change in price of a good affects demand compared to others. If price of apple rises, consumers will substitute apples for other goods like bananas. ഒരു പ്രൊഡക്റ്റിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡിനെയും അതിനെ കമ്പയർ ചെയ്തിരിക്കുന്ന മറ്റു പ്രൊഡക്റ്റുകളെയും അത് എഫക്റ്റ് ചെയ്യുന്നു. ആപ്പിളിന്റെ വില കൂടിയാൽ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് എന്ത് ചെയ്യുന്നു? ബനാന വാങ്ങുന്നു. സോ ഇതിനെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൈസ് എഫക്റ്റും ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മൾ മുന്നേ പഠിച്ച ഡിമാൻഡ് അനാലിസിസ് എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.